അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതേം തന്നെ 3 of Cups energy, 4 of Swords, Devil, 2 of Pentacles, 9 of Pentacles, 6 of Pentacles, ആദ്യം തന്നെ 3 of Cups ആൻഡ് 9 of Pentacles എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഘോഷം നടക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു സമയം. ഈ ഒരു മാസം ഒത്തിരി സന്തോഷം തരുന്ന സമയം ആണ്. ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ സന്തോഷം തരുന്ന മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് നല്ല സമയമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. കുറച്ചധികം പൈസ കയ്യിലേക്ക് വരാൻ സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ പൈസ കയ്യിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജോലിയിൽ നിന്ന് വരുന്ന ആ ഒരു രീതിയിലല്ല. നിങ്ങൾക്ക് കിട്ടാക്കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എവിടെന്നെങ്കിലും ധനലാഭം ഉണ്ടാകുന്നതാവാം. ചിലപ്പോൾ ലോട്ടറി പോലുള്ള ഭാഗ്യം ഉണ്ടാകാം. അതല്ല എങ്കിൽ എവിടെന്നെങ്കിലും ലക്കി ഡ്രോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ വസ്തുഭാഗം വയ്ക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ തറവാട്ടിൽ ഭാഗം വെപ്പ് നടന്നിട്ടില്ലാത്ത ഒരു വസ്തുഭാഗം വയ്ക്കുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് കുറച്ചധികം പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളായിട്ട് സമ്പാദിക്കാത്ത രീതിയിലുള്ള ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതല്ല എങ്കിൽ ഇപ്പോൾ സമ്പാദിക്കുന്നതല്ലാത്ത അതായത് ജോലിയിൽ നിന്ന് വരുന്ന വരുമാനമല്ലാതെ വരുന്നതായിരിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് വഴി വരുന്നതുമാകാം. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മെച്യൂർ ആവുന്നുണ്ടാവും. അത് ആ ഒരു പൈസ എല്ലാം ഒരുമിച്ച് ഒരു തുക നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത് സന്തോഷം തരുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ആഘോഷങ്ങളുടെയും സമയമാണ്. പൊതുവിൽ നിങ്ങളുടെ പിറന്നാളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരുടെയെങ്കിലും പിറന്നാൾ കാര്യങ്ങൾ, വെഡിങ് ആനിവേഴ്സറി, ഇതൊക്കെ ആഘോഷിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസം പക്ഷേ ആഘോഷം നിങ്ങൾ ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും ആഘോഷമാക്കി അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊതുവിൽ കുടുംബാന്തരീക്ഷം വളരെ മികച്ച ഒരു അന്തരീക്ഷമായിട്ടാണ് കാണിക്കുന്നത്. 4 of Swords and 2 of Pentacles എനർജിയാണ്. അമിതമായിട്ടുള്ള ഇപ്പോൾ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അമിതമായിട്ട് ഒത്തിരി അതായത് വർക്കിൻ്റെ പുറകെ, അതായത് ജോലി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു രീതിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി എന്ന് മാത്രമല്ല ജോലിയും കുടുംബവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ മാത്രം നിന്നിട്ട് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, ആവശ്യത്തിന് ഉറക്കം പോലും ഇല്ലാതെ പണിയെടുക്കുന്നവർ അതൊക്കെ മാറ്റി നിങ്ങൾക്ക് വേണ്ടുന്ന സമയം ജോലി കൂടാതെ ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കുക, കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ഇരിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലി കാരണം മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. അതേപോലെ തന്നെ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ ചെകുത്താനും കടലിലും നടുക്കാണെന്ന് പറയുന്ന പോലെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ രണ്ടിൻ്റെയും ഇടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. അങ്ങനെ രണ്ടിൻ്റെയും ഇടയിൽ പെട്ടുപോകാനല്ല, നിങ്ങളുടെ വഴി എന്താണ്, നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അതിപ്പോൾ തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് വിദേശത്ത് പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ 2 ജോലികൾ, ചെറിയ ജോലി ആയിരിക്കും, അപ്പോൾ 2 ചെറിയ ജോലികൾ ചെയ്ത്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു
വളരെയധികം പ്രതിസന്ധി ഉള്ളവരെ സംബന്ധിച്ച് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ട് 2-3 ജോലികളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 2-3 ജോലികൾ ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ജോലി ഉള്ളൊരു വ്യക്തിയാണ്, പക്ഷെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി ലഭിക്കാനുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 4 ഓഫ് സോഡ്സ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജോലി, അതായത് നിങ്ങൾ അമിതമായിട്ട് പണിയെടുക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, പക്ഷേ അതിന് വേണ്ടുന്ന തക്കതായിട്ടുള്ളൊരു പ്രതിഫലമോ കുറഞ്ഞ പക്ഷെ അപ്രീസിയേഷനോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിനുള്ള അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ലൈഫിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് തോന്നലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാനും എന്തൊക്കെയായി അല്ലെങ്കിൽ ആണ് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളും നേടി അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ജോലിയിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടാത്തതിൽ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മേലധികാരികൾ മാറുന്നുണ്ട്. അവർക്ക് ട്രാൻസ്ഫറോ പ്രൊമോഷനോ എന്തായാലും നിങ്ങളുടെ മേലധികാരി സ്ഥാനത്ത് നിന്ന് ആ ഒരു പ്രത്യേക വ്യക്തി ചിലപ്പോൾ മാറുന്നുണ്ടാവാം. അവർ ചിലപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് പോകുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആകുമ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ ബോസായിട്ട് വരുന്ന വ്യക്തി വളരെയധികം നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന സമയമായിരിക്കും ഈ ഒരു മാസം. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റമാണ് അത് നിങ്ങളെ സംബന്ധിച്ച്. ഇതിലൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ മാറ്റമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് തരുന്ന ഒരു സിറ്റുവേഷനാണ് അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഡെവിൾ ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കുറച്ചധികം പൈസ കയ്യിൽ വരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ വരുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒറ്റയടിക്ക് കുറച്ചധികം പൈസ കയ്യിൽ വന്നാൽ പല ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് അതെന്തെങ്കിലും അത് വാങ്ങിക്കാനോ ഇത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം പലതും മനസ്സിലുണ്ടാവാം. അത് നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പോകുന്നുണ്ട് എങ്കിൽ പണമിരട്ടിപ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അമിതമായിട്ടുള്ള ഇത് സത്യമാണോ എന്ന് തോന്നുന്ന രീതിയിൽ ടു ഗുഡ് ടു ബി ട്രൂ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതുവഴി പോകാതിരിക്കുക. അതിനിപ്പോൾ ആര് പറയുകയാണെങ്കിലും എന്തായാലും നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നുണ്ടാവില്ല, മറ്റാരെങ്കിലും പറഞ്ഞതായിരിക്കാം. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞതിൻ്റെ ബേസിസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി എടുത്ത് ചാടാതിരിക്കുക, അല്ലെങ്കിൽ എടുത്ത് തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്. കാരണം പിന്നെ അങ്ങനെയുള്ളൊരു ട്രാപ്പിലൊക്കെ അകപ്പെട്ട് പോയിട്ട് ധനം നഷ്ടപ്പെടാനുള്ള സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലെങ്കിൽ അത് ഒരു FD ആയിട്ട് ഇട്ടാൽ അല്ലെങ്കിൽ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ആലോചിച്ച് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, 4 ഓഫ് സോഡ്സ് ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ പൈസ നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ എങ്കിൽ കൂടിയും ചെറിയ രീതിയിലൊക്കെയുള്ള വരുമാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ബിസിനസ് വഴി നിങ്ങൾ ധനം സമ്പാദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ബിസിനസ്സിലൂടെ അത് നല്ലൊരു കോമ്പറ്റീഷനൊക്കെ ഉള്ള മേഖലയാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ക്ലയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. പുതിയ കൊളാബറേഷൻ, ഫണ്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്നുണ്ട്. അതിപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി വയ്ക്കുകയാണ് പഠിത്തത്തോടൊപ്പം എങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് നല്ല രീതിയിലേക്ക് വളരാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ തുടങ്ങാൻ പറ്റിയ സമയമാണ്. സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന, പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. പ്രത്യേകിച്ച് പുതിയ സ്റ്റാർട്ടപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് പറ്റിയൊരു സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്.
അത് ആഘോഷം, ഉദ്ഘാടനങ്ങളൊക്കെ കാണുന്നുണ്ട്. ആഘോഷങ്ങൾ, ഉദ്ഘാടനത്തിൻ്റെയും ഒക്കെ ആവാം. നിങ്ങൾ എന്തെങ്കിലും പുതിയ ഷോപ്പ് എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതാവാം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് തുടങ്ങുന്ന എന്തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.